ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കടച്ചക്ക ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ഒരു കാണപ്പെടുന്ന ഐറ്റമാണില്ലേ ഈ കടച്ചക്ക. അപ്പോൾ ഇതാണ് കേട്ടോ ഐറ്റം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നല്ലോണം ഒന്ന് ചെത്തിക്കളയണം ആദ്യം തന്നെ. എന്നിട്ട് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞ പാടെ തന്നെ ഇത് വെള്ളത്തിലിട്ട് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ചില്ലി ചിക്കൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ചില്ലി ചിക്കൻ്റെ പൗഡറും വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർക്കാം. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അവിടെ ഒരു ഫുഡ് കളറും ചേർക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്, അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ടയും ചേർക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം സുർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതൊരു ഭംഗിക്ക് വേണ്ടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കടച്ചക്കയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും മസാല പിടിക്കണ പോലെ തന്നെ നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോ ഇല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കൈ കൊണ്ട് നല്ലോണം തട്ടി കൊടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വേകാതെ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കോരി അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കളറൊന്ന് മാറി വരുമ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ചിക്കൻ പൊരിച്ച പോലെ തന്നെ ഉണ്ടല്ലേ. അതുപോലെ തന്നെ കഴിക്കാനും ഏകദേശം ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും നന്നായി ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലോ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഇത് മേടിച്ചാലൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ചക്ക ഫ്രൈ ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കോരി മാറ്റാം. ഞാൻ അടുത്തതും കൂടി ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാണ്. അപ്പോൾ നമ്മുടെ ചക്ക ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം.